ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. എനിക്കറിയാം വളരെ സീരിയസ് ആയിട്ട് ഇത് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ മാത്രമാണ് ഈ വീഡിയോ കാണുള്ളൂ. മ്യൂച്വൽ ഫണ്ട് സീരീസാണ്. 24 തരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ സബ് കാറ്റഗറി ഉണ്ട്. അതൊക്കെ വരുമ്പോഴത്തേനും എത്ര പേര് കാണുമെന്ന് അറിയില്ല. എന്തായാലും ഈ 24 തരം മ്യൂച്വൽ ഫണ്ട് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റൂ. അപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് നമ്മൾ കഴിഞ്ഞു, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് നമ്മൾ കഴിഞ്ഞു, വാല്യൂ ആൻഡ് കോൺട്ര കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കാണാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, പിന്നെ വീഡിയോയിൽ ലാസ്റ്റും കൊടുത്തേക്കാം. 24 തരം മ്യൂച്വൽ ഫണ്ടുകളെന്നായിരിക്കും ഒരു പേര് വരിക. അപ്പം സമയം കിട്ടുന്നവരെ കണ്ടാൽ മതി. ചെറിയ ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സെക്ടറിൽ എനിക്ക് വളരെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സെക്ടറാണ് മിഡ് ക്യാപ്പ്. അപ്പോൾ ഈ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്ക് എടുക്കുന്നവർക്ക് സ്യൂട്ടബിളാണ് ഈ മ്യൂച്വൽ ഫണ്ട്. അതുപോലെ തന്നെ ഹൈ റിട്ടേണുമാണ് ഈ മ്യൂച്വൽ ഫണ്ട് വരുന്നത്. റിസ്ക് ഹൈ ആണ്, റിട്ടേണും ഹൈ ആണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇതിൻ്റെ റിട്ടേൺ എങ്ങനെ, അല്ലെങ്കിൽ എത്ര പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുമായിരിക്കും എന്നുള്ള ഒരു അസംഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ 5 വർഷം മുമ്പ് ഇതിലൊരു SIP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് എത്ര രൂപയാകും എന്നുള്ള അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ആ ഒരു റിട്ടേൺ കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഈ പറയുന്ന 4 തരം മ്യൂച്വൽ ഫണ്ടുകൾ 1, 2, 3, 4 ഇത് നോർമലി എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ മിഡ് ക്യാപ്പ് തന്നെയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു SIP ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ ഈ മിഡ് ക്യാപ്പ് തന്നെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അത് എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ലാർജ് പ്ലസ് മിഡ് ക്യാപ്പിൻ്റെ ഒരു ഫണ്ടുണ്ട്, നല്ല ഫണ്ട്. പിന്നെ ഒരു വാല്യൂ അല്ലെങ്കിൽ കോൺട്ര, അത് നല്ലൊരു ഫണ്ട് ഞാൻ പറഞ്ഞുതരാം. SBIയുടെ കോൺട്ര ഫണ്ട് നല്ലൊരു ഫണ്ടാണ്. വേറെ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പണ്ട് തൊട്ടേ ഇത് ഞാൻ പണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടത്. അതുകൊണ്ട് ആ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഫ്ലെക്സി ക്യാപ്പ് വേണം, പിന്നെ മൾട്ടി ക്യാപ്പ് വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ എക്സ്ട്രാ പൈസയ്ക്ക് ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം മിഡ് ക്യാപ്പ് മാത്രം അവിടെ ഉള്ളൂ. ആ സെക്ടർ പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടില്ല. അപ്പോൾ ബെറ്റർ എന്ന് പറഞ്ഞാൽ ലാർജ് പ്ലസ് മിഡ് ക്യാപ്പാണ്. പിന്നെ ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും പലരും കമ്പയർ ചെയ്യുന്ന കാണാം. ഇതിപ്പോൾ സ്മോൾ ക്യാപ്പ് ഭയങ്കരമായിട്ട് റിട്ടേൺ തരണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ മിഡ് ക്യാപ്പ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 101 കമ്പനി തൊട്ട് നിഫ്റ്റിയിൽ 100 കമ്പനി കഴിഞ്ഞു, 100 കമ്പനി ലാർജ് ക്യാപ്പിൽ വരും. 100 കഴിഞ്ഞ് 101 തൊട്ട് 250 കമ്പനി വരെയാണ് മിഡ് ക്യാപ്പിൽ വരുന്നത്. അത് ടോട്ടൽ 150 കമ്പനികളാണല്ലോ. അപ്പോൾ ലാർജ് ക്യാപ്പിലേക്ക് വരാൻ സാധ്യതയുള്ള കമ്പനികളാണ് ഈ മിഡ് ക്യാപ്പിലുള്ളത്. എല്ലാം വരില്ല, കുറച്ചൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വളർച്ചാ സാധ്യത കൂടുതലായിരിക്കും മിഡ് ക്യാപ്പിന്. പക്ഷേ നമ്മൾ SIP ചെയ്യുമ്പോൾ ഈ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പും ഇത് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റും അതാണ് കൂടുതൽ നല്ലത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഡ് ക്യാപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കാരണം ഇതാണ്. എന്നാൽ സ്മോൾ ക്യാപ്പ് ഇപ്പോൾ മിഡ് ക്യാപ്പിനെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് എപ്പോഴും പെർഫോം ചെയ്യണമെന്നൊന്നുമില്ല. ചില സമയത്ത് ചെയ്യും, ചില സമയത്ത് ചെയ്യില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. 7 വർഷത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു ഫണ്ട് സ്യൂട്ടബിൾ. ചിലത് നമ്മൾ 5 വർഷം കണ്ടു, ചിലത് നമ്മൾ 7 വർഷം കണ്ടു. ഇക്വിറ്റി ഫണ്ടുകളായതുകൊണ്ടാണ്. അപ്പോൾ ഇതിലെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ലംസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇത് കുറയുന്നുണ്ടെങ്കിൽ, വില കുറയുന്നുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ആഡ് ചെയ്ത് പിന്നീട് അത് കയറിപ്പോകില്ല. ആ കയറിപ്പോകുന്ന അവസരത്തിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി അത് ഹോൾഡ് ചെയ്യുക. വർഷങ്ങളോളം ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മാക്സിമം അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് 7 വർഷം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് കേട്ടോ. അങ്ങനെ പറ്റുന്നവർക്ക് മാക്സിമം ഇപ്പം അങ്ങ് ചെയ്തിട്ട് പിന്നീട് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കൂടെ കയ്യിലൊന്ന് കരുതണം. അങ്ങനെ കരുതി കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ താഴേക്ക് വരാതെയാവും. പിന്നെ മാർക്കറ്റ് അങ്ങനെ കയറിപ്പോകുന്നതനുസരിച്ച് കയറിപ്പോവും. അത് എന്നിട്ട് ഹോൾഡ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു സ്ട്രാറ്റജി. കാരണം ഇതിൻ്റെ റിട്ടേൺ ഒക്കെ ഭയങ്കരമാണ്. ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് ഈ സംഭവത്തിലെ ലീഡറാണെന്ന് പറയാം. എന്നാൽ വേറെ ഫണ്ടും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ഫണ്ടാണ് മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട്. വേറെ ഒരു ഫണ്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം. ഈ ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത ഫണ്ടാണ് കേട്ടോ, ലിസ്റ്റ് ഇല്ലാത്ത ഫണ്ടാണ്. എന്നാൽ നിങ്ങൾ ഈ ലിസ്റ്റിലുള്ളത് പരിഗണിച്ചാൽ മതിയാവും. കാരണം എല്ലാം കൂടെ പറഞ്ഞ് ഇനി ആ ഫണ്ട് തേടി പോകണം, പിന്നെ അതിൻ്റെ ഓരോ വർഷം റിട്ടേൺ എടുക്കണം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. പക്ഷേ ഈ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് നോക്കിക്കുക, 36%, 36.2% പെർ ഇയർ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടാണ്. അതുകൊണ്ട് സൂപ്പറാണ്. കാരണം
ഇത് 7 വർഷത്തെയും 10 വർഷത്തെ പെർഫോമൻസ് ഇത് ഇല്ലെന്ന് തോന്നുന്നു. ഇത് നോക്കട്ടെ, 7 വർഷം 7 വർഷം ഉണ്ട് കേട്ടോ, 21.9%. ഓക്കെ, 7 വർഷമാണ് ഇവിടെ നമുക്കിപ്പോൾ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഉണ്ട്. അതായത് ഞാൻ വേറെ ഒരു ഫണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ഈ ഫണ്ടൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഡി ചെയ്തിട്ട് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാവരും ചോദിച്ചതുപോലെ 5 വർഷം ഈ ഫണ്ടിൽ SIP ചെയ്ത് എത്ര റിട്ടേൺ കിട്ടുമെന്ന് നോക്കാം. അതൊരു രസമുള്ള പരിപാടിയല്ലേ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താം. മന്ത്ലി SIP എമൗണ്ട് 1 ലക്ഷമാണല്ലേ ഇത്? ഓക്കെ, 1 ലക്ഷം. ഞാനിത് ടൈപ്പ് ചെയ്തെടുത്താണ്, കാൽക്കുലേറ്റർ തപ്പിപ്പോട്ടെ ടൈപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ 1 ലക്ഷം രൂപ മന്ത്ലി SIP നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. 5 വർഷമാണ് പീരീഡ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ 36.2 അല്ലേ മോട്ടിലാൽ ഓസ്വാൾ കൊടുത്തത്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാതെയാണ്. ഓക്കെ, അപ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. 1.5 കോടിയാണ് 5 വർഷമാകുമ്പോൾ കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1.5 കോടിയാണ് 5 വർഷമാകുമ്പോൾ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 60 ലക്ഷമാണ്. ഫൈനൽ എമൗണ്ട് 1.5 കോടി. നമുക്ക് കിട്ടുന്ന വെൽത്ത് ഗെയിന് 85 ലക്ഷം. ഇവിടെ കാണാൻ പറ്റും 85 ലക്ഷം. ഓരോ വർഷവും ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ഇതും ഈ ഒരു വിൻഡോയിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈറ്റ് എടുത്തത്. അതുപോലെ എഡൽവൈസിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടുണ്ട്. ഇതിൻ്റെ 5 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 32.9% പെർ ഇയർ. അപ്പോൾ ഈ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ റിട്ടേണും വെച്ചിട്ട് ഒന്ന് നോക്കാം. 32.9. ഇവിടെ നമ്മൾ 32.9. മോശം റിട്ടേൺ അല്ല കേട്ടോ, സൂപ്പർ റിട്ടേൺ ആണ്. കാൽക്കുലേറ്റ് കൊടുത്ത് നോക്കാം. അപ്പോൾ 1.5 കോടി ആവില്ല, നമുക്ക് 1.3 കോടിയാവും 5 വർഷം കൊണ്ട്. 1.3 കോടി. ഇനി ഇത് ഈ പറഞ്ഞ പോലെ തന്നെ 35 വർഷം ആകുമ്പോഴത്തേനും അതിൻ്റെ ഇത്. പക്ഷേ ഈ 35 വർഷം ഈ റിട്ടേൺ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് പോകണ്ട. ഞാൻ ജസ്റ്റ് പവർ ഓഫ് കോമ്പൗണ്ടിങ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. 35 വർഷവും നമുക്ക് ഈ റിട്ടേൺ എല്ലാ വർഷവും കിട്ടുമോ? ഇല്ല. അതിൽ യുദ്ധം വരും, മാർക്കറ്റ് താഴെ പോകും, പിന്നെ കയറി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 5 വർഷത്തെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഈ 5 വർഷം തന്നെ കൺസിസ്റ്റൻ്റ് കിട്ടണമെന്നില്ല. കോവിഡിൻ്റെയൊക്കെ ആ ക്രാഷ് വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ റിട്ടേൺ ഇവിടെ കിട്ടുന്നത്. അല്ല, ഇത് കിട്ടുമൊന്നുമില്ല. ആ ക്രാഷിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ആ ക്രാഷിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തവർക്കാണ് ഈ ഇത്രയും വലിയ റിട്ടേൺ കിട്ടുക കേട്ടോ. കോവിഡിൻ്റെ ആ ഇത് വന്നില്ലേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു 12% നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 12. അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാൽ മതി. അപ്പം എങ്ങാനും കിട്ടിയാലോ അല്ലേ, എങ്ങാനും ലോട്ടറി അടിച്ചാലോ. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രാധാന്യം മനസ്സിലായില്ലേ. ഇപ്പം തന്നെ യുദ്ധം വന്നു. എന്താ സംഭവിച്ചേ? യുദ്ധം വന്നു, മാർക്കറ്റ് തിരിച്ചു കയറി, പറന്നാ കയറുന്നത്. ഇപ്പോൾ ഹൈയുടെ അടുത്തെത്തും, പിന്നെ അത് ബ്രേക്കും ചെയ്യും. അപ്പോൾ ആ താഴെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തവരും പേടിച്ച് വിറ്റ് ഓടി ഇല്ലേ. ഈ യുദ്ധം നമ്മൾ പണ്ട് കണ്ട പോലെയൊന്നും അല്ല. ഇതെന്തോ സ്പെഷ്യൽ സിറ്റുവേഷനാണ്. എല്ലാ ക്രാഷ് വരുമ്പോഴും അതൊരു സ്പെഷ്യൽ സിറ്റുവേഷനായിട്ടാണ് ആളുകൾ കണക്കാക്കുക. എന്തൊക്കെ സ്പെഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിലും മാർക്കറ്റ് തിരിച്ച് കയറിയത് കണ്ടില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫണ്ട് കണ്ടു നമ്മൾ, എഡൽവൈസ് മിഡ് ക്യാപ്പ് ഫണ്ട്. മൂന്നാമത്തെ ഫണ്ട് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട്. നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് ഇത് നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഫണ്ടാണ്. ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ഫണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഫണ്ടാണ്. ഒന്ന് മോട്ടിലാൽ ഓസ്വാൾ, അത് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് അതുണ്ട്. പിന്നീട് കണ്ടുപിടിച്ചാണ് നിപ്പോൺ ഇന്ത്യയുടെ ഗ്രോത്ത് ഫണ്ട്. അപ്പോൾ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ലാസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് കയറിയതും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു 7 വർഷത്തെ റിട്ടേൺ ഒന്ന് എടുത്തു നോക്കാം. മോട്ടിലാൽ ഓസ്വാൾ 21.2%, എഡൽവൈസ് 20.2%, നിപ്പോൺ ഇന്ത്യ 20.9% തന്നേക്കുന്നത് ഗ്രോത്ത് ഫണ്ട്. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ അത് നോക്കണ്ട. പിന്നെ 3 ഇയർ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാലും നിപ്പോൺ ഇന്ത്യ 31% തന്നിട്ടുണ്ട്. എന്നാൽ മോട്ടിലാൽ ഓസ്വാൾ 35% തന്നേക്കുന്നത്. അത് കുറച്ച് അഗ്രസീവ് ഫണ്ടുകൾ അതിലുണ്ട്, അതാണ് അത് തരുന്നത്. അപ്പോൾ താഴേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ താഴേക്ക് പോകും. അപ്പോൾ SIPക്ക് നമുക്കത് അത്ര ഇതല്ല. എന്നാൽ നിപ്പോൺ ഇന്ത്യയുടെ ഗ്രോത്ത് ഫണ്ട് SIPക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. അത് ചില ഫണ്ടുകൾ നല്ല റിട്ടേൺ കാണിക്കും. പാസ്റ്റ് റിട്ടേൺ മാത്രം നോക്കിയല്ലല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും, അത് നമുക്കിതൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യാം. കാരണം ഇത് രണ്ടും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ഇതാണ് മേടിച്ചതെങ്കിലും പിന്നീട് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ടാണ് മേടിച്ചത്. അപ്പോൾ അത് രണ്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ സുന്ദരം മിഡ് ക്യാപ്പ് ഫണ്ട്, ഇതിൻ്റെ റിട്ടേൺ 29.9%, 3 ഇയറാണ്. 5 ഇയർ നമുക്ക് നോക്കാം, 28.1%. പിന്നെ HDFC വലിയ കുഴപ്പമില്ല കേട്ടോ. HDFC മിഡ് ക്യാപ്പ് ഫണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്.
ഇത് കുറച്ച് എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഇത് കുറച്ചുണ്ട്. അപ്പോൾ അത് 31.6% ആ റിട്ടേൺ. പിന്നെ 7 വർഷത്തെ 19.1%. അതൊക്കെ ഇവർ തന്നെയാണ് കൂടുതൽ. മോട്ടിലാലിൻ്റെ ചില സമയങ്ങളിൽ ഭയങ്കര പെർഫോമൻസ് വന്നുകൊണ്ടാണ് ആ എൻ്റെയർ മൊത്തത്തിൽ അത് കൂടി നിൽക്കുന്നത് കേട്ടോ. എന്ന് വെച്ച് ഇനി അങ്ങനെ കൂടണം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കുറയണമൊന്നുമില്ല അല്ലേ, പറയാൻ പറ്റില്ല. അവർ അഗ്രസീവായിട്ട് അവർ ഭയങ്കര പരിപാടിയാണ്. മോട്ടിലാൽ ഓസുകൾ ഭീകര പരിപാടിയാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഫണ്ടുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് കണ്ടപ്പോഴും ഇത് കണ്ടപ്പോഴും നമ്മൾ ബന്ധൻ്റെ ഉണ്ട്, പിന്നെ മോട്ടിലാൽ ഓസ്വാൾ കണ്ടോ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്. അത് 7 വർഷത്തെ ഡേറ്റ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ അത് നല്ല ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണത്. 29.2. അത് നമ്മൾ മറ്റേ വീഡിയോയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവരുടെ മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിക്ക ഫണ്ടുകളും നല്ല പെർഫോമൻസാണ്, നല്ല ഫണ്ട് മാനേജിങ് പരിപാടിയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനിയിപ്പം ഈ 3 വർഷത്തെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ നോക്കണ്ടേ. 3 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ HDFC നോക്കിക്കേ 32.3%. HDFCക്കാർ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നിപ്പോണിൻ്റെ 31.1%, മോട്ടിലാൽ 35%. ഈ ലാസ്റ്റ് കുറച്ച് അവന്മാരെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അഗ്രസീവായിട്ട്, അതുകൊണ്ടാണ് അതങ്ങനെ കയറി നിൽക്കുന്നത്. മോശമൊന്നുമില്ല, അത് ഹോൾഡ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ SIP എനിക്ക് തോന്നുന്നു നിപ്പോണിൻ്റെ ഗ്രോത്ത് തന്നെയായിരിക്കും കുറച്ചും കൂടി. നമ്മളിത് മാത്രം പാസ്റ്റ് പെർഫോമൻസ് മാത്രമല്ല നോക്കുന്നത്, മറ്റ് റേഷ്യോകളും നോക്കുമല്ലോ അങ്ങനെ. ഓക്കെ, എന്തായാലും മിഡ് ക്യാപ്പിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. നല്ല ഫണ്ടുകളെല്ലാം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി എക്സ്ട്രാ ഞാൻ ഈയിടെ സ്റ്റഡി ചെയ്ത ഫണ്ട് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം, അതവിടെ നിന്നോട്ടെ. ഈ ഫണ്ടുകളൊന്നും കുഴപ്പമില്ല. നമ്മളിത് ഈ 2 ഫണ്ടുകൾ, 2 അല്ല, ഞാൻ ഈ 3 ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. HDFCയുടെ അത്ര അധികം ഇല്ലയെന്ന് തോന്നുന്നു. മറ്റേത് കുഴപ്പമില്ല. മോട്ടിലാൽ ഓസ്വാളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഈ 2-3 ഫണ്ടുകൾ നല്ല ഫണ്ടുകൾ കണ്ടു. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സെഗ്മെൻറ്റാണ് മിഡ് ക്യാപ്പ്. അത് സ്മോൾ ക്യാപ്പിൻ്റെയും ലാർജ് ക്യാപ്പിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടായിരിക്കും, കാരണം റിട്ടേണും കൂടുതലാണ്. പക്ഷേ എൻ്റെ പൈസയൊന്നും ഈ ഒരു സെക്ടറിൽ കൊണ്ടുപോയി ഇടരുത്, അങ്ങനെയാണെങ്കിൽ മറ്റ് ഫണ്ടുകളുടെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അസറ്റ് പ്ലസിലോ ഏഞ്ചൽ വണ്ണിലോ അക്കൗണ്ട് എടുക്കാം. 2ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം എനിക്ക് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പഠിക്കുന്ന സ്മോൾ ക്യാപ്പ്, ഒരുപാട് പേരുടെ ഫേവറേറ്റ് സാധനമാണ് സ്മോൾ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ മൾട്ടി ക്യാപ്പ്, ഈ മൾട്ടി ക്യാപ്പ് മസ്റ്റ് ഹോൾഡിംഗ് ആണ് പോർട്ട്ഫോളിയോയിൽ മൾട്ടി ക്യാപ്പ് വേണം, മസ്റ്റ് ഹോൾഡിങ് ആണ്. അപ്പോൾ അതാണ് അത് കഴിഞ്ഞ് വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ താഴേക്ക് പോകും, കുറേ സാധനങ്ങൾ പിന്നെ ഉണ്ട്. ഇതൊക്കെ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളാണ്, അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം കേട്ടോ. ബൈ ബൈ.